ദുരിതാശ്വാസ ക്യാമ്പ് നിറഞ്ഞതിനാൽ പത്തനംതിട്ട ഏഴിക്കാട് ഉന്നതിയിലെ പട്ടികജാതി കുടുംബങ്ങൾ കഴിയുന്നത് വായനശാലയിലും നഴ്സറിയിലുമാണ്. വായനശാലയിലും നഴ്സറിയിലുമായി 10 കുടുംബങ്ങളാണ് കഴിയുന്നത്. ഔദ്യോഗിക ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരുടെ പട്ടികയിൽ ഈ പട്ടികജാതി കുടുംബങ്ങളില്ല. സർക്കാർ തങ്ങളെയും പരിഗണിക്കണമെന്ന് ക്യാമ്പിൽ കഴിയുന്ന പട്ടികജാതി കുടുംബാംഗങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണം ആദ്യം ഒന്ന് കേൾക്കാം. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ പട്ടികജാതി ഉന്നതിയാണ്. ആ പ്രദേശത്ത് നിന്ന് കിടപ്പ് രോഗികളായിട്ടുള്ളവരെ, ശാരീരിക അസ്വസ്ഥത നേരിടുന്നവരെ, അവർക്ക് ക്യാമ്പിൽ ഈ പറയുന്നത് പോലെ സൗകര്യങ്ങൾ വളരെ മെച്ചപ്പെട്ട രീതിയിൽ ഇല്ലാത്തിടത്തോളം കാലം അവരവരുടേതായ സൗകര്യത്തിന് 4-5 കുടുംബങ്ങൾ മാറി താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ മാറി താമസിക്കുന്നവരെ ആദ്യം തന്നെ ക്യാമ്പിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞ് നിർദ്ദേശം വെച്ചിട്ട് ക്യാമ്പിൽ ഉൾപ്പെടുത്തുന്ന തരത്തിലേക്ക് പോയിട്ടില്ല സർക്കാർ. ഭക്ഷണമൊക്കെ സ്വന്തമായിട്ട് വെച്ച് കഴിക്കുക, സ്വന്തമായിട്ട് അവരുടെ പോക്കറ്റിലെ കാശ് ഉപയോഗിച്ച് വെച്ച് കഴിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. ഇപ്പോൾ അവസാനമായി വന്നതായി അറിയുന്ന ഈ 10,000 രൂപ കിട്ടുന്ന ഇതിന് രജിസ്റ്റർ ചെയ്യാൻ ഇതുവരെയായിട്ടും അതിനുള്ള സംവിധാനത്തിലേക്ക് പോയില്ല. ഒരു ഫോറം ഇറങ്ങിയിട്ടുണ്ട്. ആ ഫോറം ജനങ്ങളുടെ കയ്യിൽ എത്തിച്ച് എത്രമാത്രം പ്രായോഗികം എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രവീൺ പുരുഷോത്തമൻ ഇപ്പോൾ സ്ഥലത്തുണ്ട്. പ്രവീൺ, ഇതെന്തുകൊണ്ടാണ് ഔദ്യോഗിക പട്ടികയിൽ ഇവരില്ലാതെ പോയത്? ഇവരെ ഒരു ഔദ്യോഗിക ക്യാമ്പിലേക്ക് മാറ്റുന്നതിൽ എന്താ തടസ്സമുള്ളത് പ്രവീൺ? ഗുഡ് മോർണിംഗ് അരുൺ. ഈ പത്തനംതിട്ട ഏഴിക്കാട് ഉന്നതി എന്നുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ പട്ടികജാതി ഉന്നതികളിൽ ഒന്നാണ്. ഞാനിപ്പോൾ അവിടെ ഒരു വായനശാലയിലാണ് നിൽക്കുന്നത്. 1-ാം തീയതി ഈ വലിയ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ കിട്ടിയതെടുത്ത്, അതായത് കയ്യിൽ കിട്ടിയ സാധനങ്ങളെടുത്ത് ഓടി രക്ഷപ്പെട്ട കുടുംബങ്ങൾ 10 കുടുംബങ്ങളാണ് ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. അവർ ആദ്യം വന്ന് കയറിയത് ഈ കാണുന്ന വായനശാലയിലേക്കാണ്. ഇത് 2 നിലകളുള്ള ഒരു കെട്ടിടമാണ്. അപ്പോൾ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ അവരുടെ പശുക്കൾ, ഒപ്പം തന്നെ മറ്റ് വളർത്തുമൃഗങ്ങൾ, പട്ടി, പൂച്ച, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ ജീവികളെ കൂടി അവർ പരിഗണിച്ചുകൊണ്ട് വളരെ പെട്ടെന്ന് അവർ ഈ ഭാഗത്തേക്ക് എത്തുകയും ഈ വായനശാലയുടെ 2-ാം നിലയിലേക്ക് ഓടിക്കയറുകയും ചെയ്തു. പിന്നീടാണ് ഈ ക്യാമ്പ് സംവിധാനങ്ങളും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമൊക്കെ സജീവമായത്. അവർ ഈ കാണുന്ന ഈ വായനശാലയുടെ 2-ാമത്തെ നിലയിൽ അവർ ഒത്തുകൂടുകയും ഇവിടെ ഇപ്പോൾ 5 കുടുംബങ്ങളാണുള്ളത്. തൊട്ടടുത്ത് തന്നെ ഒരു നഴ്സറി ഉണ്ട്. ആ നഴ്സറിയിലും 5 കുടുംബങ്ങളാണുള്ളത്. അങ്ങനെ 30-ലധികം ആളുകൾ, അത് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരാണ് ഈ 2 ക്യാമ്പുകളിലായി ഇപ്പോൾ കഴിയുന്നത്. പക്ഷേ ഇത് സർക്കാരിൻ്റെ ഗണത്തിൽ പെടില്ല. ഓർക്കണം, ഇത് പട്ടികജാതി വിഭാഗക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അവിടെയുള്ള പട്ടികജാതി കുടുംബങ്ങളുടെ വീടുകൾ വെള്ളത്തിലായപ്പോൾ അവർ വളരെ പെട്ടെന്ന് രക്ഷപ്പെട്ട് ഈ കാണുന്ന ഉയരത്തിലുള്ള 2-ാമത്തെ നിലയിലുള്ള ഈ മുറിയിലേക്ക് എത്തിയതാണ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റാതിരുന്നത്? ക്യാമ്പിൽ പോകാൻ 5-6 പശുവുണ്ട്, 2 കൊച്ചു പിള്ളേരുണ്ട്. അതുകൊണ്ടാണ് ക്യാമ്പിലോട്ട് പോകാൻ പറ്റാതെ വന്നത്. പശുക്കളെ പെട്ടെന്ന് വെള്ളം കയറി വരുമ്പോഴത്തേനും മാറ്റണമല്ലോന്നോർത്ത് പോകാഞ്ഞത്, ക്യാമ്പിലോട്ട് പോകാഞ്ഞത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഭക്ഷണമൊക്കെ തയ്യാറാക്കുന്നത് എങ്ങനെയാണ്? ഭക്ഷണമൊക്കെ ഞങ്ങൾ തയ്യാറാക്കാൻ സ്വന്തം കാശ് മുടക്കി സ്വന്തം പോക്കറ്റിൽ എടുത്തിട്ടാണ്. അരുൺ, നമ്മളിപ്പോൾ കയറി വന്നപ്പോൾ കണ്ടു അവിടെ വിറക് കത്തിച്ചുകൊണ്ട് അവിടെ അവർ അരി അടുപ്പത്ത് ഇട്ടിട്ടുണ്ട്. അത് ഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ്. ഇപ്പോൾ എത്രമാത്രം ദുരിതമുണ്ട് ഇവിടെ ആളുകൾക്ക്? ഇവിടെ ഇപ്പോൾ ദുരിതം വെച്ചാൽ നമുക്ക് മെയിനായിട്ട് സാധനങ്ങൾ കിട്ടാറില്ല. ഈ ക്യാമ്പുകളിൽ വരുന്ന സാധനങ്ങൾ ഇങ്ങോട്ട് വരാറില്ല. കാരണം ആ ക്യാമ്പുകളിൽ വരുന്ന സാധനങ്ങൾ അവിടെ കിട്ടത്തുള്ളൂ. ഇങ്ങോട്ട് നമ്മൾ സ്വന്തം കാശ് മുടക്കിയാണ്. ഇന്നലെ തന്നെ അരിയില്ലായിരുന്നപ്പോൾ നമ്മുടെ മെമ്പറെ വിളിച്ച് പറഞ്ഞ് മെമ്പർ ഇടപെട്ടാണ് അരി ശാലം പച്ചക്കറിയൊക്കെ കൊണ്ടു തന്നത്. നിങ്ങൾ റവന്യൂ അധികാരികളെ നിങ്ങൾ അറിയിച്ചില്ലേ ഈ 10 കുടുംബങ്ങൾ ഇവിടെ കഴിയുന്നുണ്ട്? ഞങ്ങളിത് പിന്നെ ക്യാമ്പ് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞാണ് ഇത് പുറത്ത് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് പുറത്ത് ആൾക്കാരുമായിട്ട് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാനെ കൊണ്ടോ അല്ലെങ്കിൽ പറയാനെ കൊണ്ടോ മോളിൽ നിന്നുള്ള ഉത്തരവില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുറത്ത് ആൾക്കാരെ ഇപ്പോൾ ഇവിടെ ക്യാമ്പിൽ ഉൾക്കൊള്ളിക്കാൻ രജിസ്റ്റർ ചെയ്യാനെ കൊണ്ട് കഴിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെയാണ് പറഞ്ഞു പോയത്. സന്നദ്ധ സംഘടനകളും അവരുടെ ശ്രദ്ധയിലും ഇത് പെട്ടിട്ടില്ല. അവരുടെ സന്നദ്ധ സംഘടനകൾ ശ്രദ്ധയിലും ഇത് പെട്ടിട്ടില്ല. കാരണം കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് ചോറ് ഇതിലെ സന്നദ്ധ സംഘടനകൾ വണ്ടിയെ കൊണ്ടുപോയി ഞങ്ങൾ കൈ കാണിച്ച് നിർത്തി പൊതി മേടിക്കുകയായിരുന്നു. അങ്ങനെ പൊതി മേടിച്ചു. അല്ലാതെ ഒരു സന്നദ്ധ സംഘടന ഇവിടെ ഇങ്ങനെ ഒരു ക്യാമ്പ് പ്രവർത്തിക്കുന്നുണ്ടെന്ന് പുറത്തേക്ക് അറിയുന്നില്ലായിരുന്നു. അപ്പോൾ നിങ്ങളിവിടെ കഴിയുന്നവരാണല്ലോ, എത്രമാത്രം ബുദ്ധിമുട്ടുണ്ട്? നിങ്ങളിപ്പോൾ ഭക്ഷണം, പച്ചക്കറി വേണം, അരി വേണം, അതൊക്കെ എങ്ങനെയാണ്? എല്ലാം അമൃതചേട്ടൻ വാങ്ങിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. പിന്നെ ബ്ലോക്കിൽ നിന്ന് പഴയ മെമ്പർ കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ വെള്ളം കയറിയിട്ട് ഇപ്പം കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് വെള്ളം കയറാൻ തുടങ്ങിയത്. ഞങ്ങൾ ഇത്രയും ദിവസമായിട്ട് ക്യാമ്പിലാണ്. വീട്ടിൽ വെള്ളം ഇറങ്ങിയെങ്കിലും ക്ലീൻ ആക്കാനൊന്നും കഴിഞ്ഞില്ല. അതുപോലെ അവിടെ മൊത്തം വരെ എത്ര കൊണ്ട് ഭയങ്കര ദുർഗന്ധമാണ്. അതുകൊണ്ട് കുഞ്ഞിനെ കൊണ്ട് അങ്ങോട്ട് പോകാൻ കഴിയുന്നു. ഇപ്പോഴും അതുകൊണ്ട് ഇവിടെ തന്നെയാണ് ഞങ്ങൾ കഴിയുന്നത്. ഇപ്പോൾ അധികാരികളുടെ അടുത്ത് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താണ് നിങ്ങളുടെ ആവശ്യം? മറ്റ് ക്യാമ്പുകളിൽ കിട്ടുന്ന അതുപോലെ തന്നെ നമുക്കും
അതിൻ്റെ ഓരോ സഹായങ്ങളും കാര്യങ്ങളും എന്താണെന്ന് വെച്ചാൽ നമുക്കും കിട്ടണം. അപ്പോൾ ഈ പട്ടികജാതി വികസന വകുപ്പിൽ നിന്നും ഉദ്യോഗസ്ഥരൊന്നും ഇങ്ങോട്ടേക്ക് വന്നില്ലേ? വന്നില്ല. പിന്നെ ഞങ്ങൾ ഇവിടെ ശനിയാഴ്ചയാണ് വെള്ളം പൊങ്ങി കയറി വന്നത്. അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ പിറക്കിയെല്ലാം വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും 8-9-10 മണിയായി. പിന്നെ നമുക്ക് ഔദ്യോഗിക ക്യാമ്പുകളിലൊന്നും പോകാനൊന്നും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ കയറി. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഭക്ഷണമൊക്കെ ഇവിടെ നിങ്ങൾ തന്നെ പാചകം ചെയ്യുന്നുണ്ട്? ഞങ്ങൾ തന്നെ പാചകം ചെയ്യുന്നത്. ഞങ്ങൾ സ്വന്തമായിട്ട് പിന്നെ മെമ്പർ കൊണ്ട് തന്നു. എല്ലാ മഹിളാ അസോസിയേഷൻ്റെ ആളുകൾ ഞങ്ങൾക്ക് സാധനം കൊണ്ട് തന്നു. ഇപ്പോൾ CDSC നിന്ന് വിളിച്ചിട്ടുണ്ട്, കുറച്ച് സാധനങ്ങൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ബാക്കിയെല്ലാം ഞങ്ങൾ തന്നെ ഇവിടെ വെച്ച് കഴിക്കുന്ന. നിങ്ങളുടെ വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അവിടെ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടി വരിക? ക്ലീനിങ് ഒപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. ക്ലീനിങ് എല്ലാം ചെയ്യാൻ കിടക്കുക. വീടും പരിസരം എല്ലാം ഇനി വൃത്തിയാക്കും. ഒന്നേന്ന് തുടങ്ങിയാലേ പറ്റത്തുള്ളൂ. വിറക് തൊട്ട് ഞങ്ങൾ ഇനി മതിയാവത്തുള്ളൂ. ഇപ്പോൾ ഈ ക്യാമ്പിലേക്ക് ഭക്ഷണ സാധന സാമഗ്രികൾ എത്തിച്ചാൽ മതിയാകുമോ റവന്യൂ അതോറിറ്റി? അതെ അരുൺ, അതാണ് ഇവരുടെ ഒരു ആവശ്യം. നമുക്കറിയാം ഇപ്പോൾ ഔദ്യോഗിക ക്യാമ്പുകളിൽ ഇപ്പോൾ ഇവിടെ നിന്നും ഏറെ ദൂരെയാണ് ഒരു ക്യാമ്പ് ഉള്ളത് എന്നവർ പറയുന്നു. അപ്പോൾ അവർ സാങ്കേതികമായിട്ടൊരു തടസ്സം പറഞ്ഞത് അവരുടെ വളർത്തുമൃഗങ്ങളുണ്ട്, അപ്പോൾ പശുവൊക്കെ ഉള്ള ആളുകളുണ്ട്. അവർക്ക് ഇത്രയും ദൂരം ഒരു ക്യാമ്പിലേക്ക് അന്ന് പോവുക എന്നുള്ളത്, ഈ പശുവിനെയൊക്കെ ഇട്ട് പോവുക എന്നുള്ളത് അസാധ്യമായിരുന്നു. അതുകൊണ്ടാണ് ഇവർ അവരുടെ ആ സ്ഥലത്ത് തന്നെ വെള്ളം കയറാത്ത ഇടം നോക്കി, അതായത് സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥാനം നോക്കി ഒരു വായനശാല, ഒരു നഴ്സറി, ഈ രണ്ടിടങ്ങളിലേക്ക് അവർ മാറിയത്. ഇവരുടെ കയ്യിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമുക്ക് കാണാം അവർ ടിന്നിനകത്തൊക്കെ അത്യാവശ്യ സാധനങ്ങളൊക്കെ അവിടെ കരുതിയിട്ടുണ്ട്. പക്ഷേ സർക്കാർ സഹായം അത് ഔദ്യോഗിക ക്യാമ്പുകളിൽ ലഭിക്കുന്നത് പോലെ അവർക്ക് ഇവിടേക്ക് ലഭിക്കുന്നില്ല. ഒന്ന്, അന്നത്തെ വരുമാനം കൊണ്ട് ഈ ക്യാമ്പില് ഇപ്പോൾ വാർഡ് അംഗം തന്നെ നമ്മോടുണ്ട്. എത്ര പേരുണ്ട് കൃത്യമായിട്ട്? തീർച്ചയായിട്ടും ഇവിടെ 5 ഫാമിലിയുണ്ട്. തൊട്ടടുത്ത ക്യാമ്പിൽ നഴ്സറി സ്കൂളിലും 5 ഫാമിലിയുണ്ട്. ഈ പറയുന്ന പോലെ അന്നന്നത്തെ ഇടം കഴിയാൻ വേണ്ടി ജോലിക്ക് പോയിട്ട് ആ പൈസ എടുത്ത് അന്നന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ജനവിഭാഗമുള്ള പ്രദേശമാണ് ഞങ്ങളുടെ പ്രദേശം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ പറയുന്ന പോലെ പൊടുന്നനെ വെള്ളം പൊങ്ങി വരികയും ഈ വേറൊരു വരുമാനം ഇല്ലാത്ത സ്ഥിതി ഉണ്ടാകുകയും ചെയ്യുന്ന ഈ 5 ദിവസം 10 ദിവസം മാറി താമസിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധി, ഒരു സാധനം മേടിക്കണമെങ്കിൽ കൂടി കയ്യിൽ പൈസ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഈ അവഗണന നേരിടുന്ന ഒരു വലിയ പ്രതിസന്ധി. MLA ശ്രദ്ധയിലും അതേപോലെ ജില്ലാ കളക്ടറുടെ ശ്രദ്ധയിലും ഇത് പെടുത്താം. അവിടേക്കുള്ള ഭക്ഷണ സാധന സാമഗ്രികൾ എന്തായാലും 5-10 കുടുംബങ്ങളാണല്ലോ അവിടെ ഉള്ളത്. ഒരു 30-35 പേർക്കുള്ള സാധനങ്ങളാണ് നമുക്ക് അവിടെ എത്തിക്കേണ്ടത്. അതിനുള്ള സംവിധാനം നമുക്ക് ഒരുക്കാം. നമുക്ക് റവന്യൂ അധികാരികളുമായിട്ട് ബന്ധപ്പെടാം. നിലവിൽ അവർക്ക് ഔദ്യോഗിക ക്യാമ്പിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ട്. അവരിപ്പോൾ ഒരു വായനശാലയിലാണ് കഴിയുന്നത്. അപ്പോൾ അവർക്ക് തിരിച്ച് വീട്ടിൽ മടങ്ങുന്നത് വരെയുള്ള ഭക്ഷണ സാധന സാമഗ്രികൾ എത്തിക്കുക എന്നുള്ളതാണല്ലോ. നമുക്കത് കളക്ടറോടും ഒപ്പം തന്നെ റവന്യൂ അധികാരികളോടും MLA-യോടും നമുക്കിത് ആവശ്യപ്പെടാം. ഇതിനുശേഷം പ്രവീൺ തന്നെ ഒന്ന് അബിൻ വർക്കിയെ വിളിക്കണം. നമ്മൾ അബിൻ വർക്കിയെ ഇവിടെ നിന്ന് ശ്രമിക്കുന്നുണ്ട്, നമുക്കിതുവരെയും കിട്ടിയിട്ടില്ല. അതേപോലെ കളക്ടറെ നമുക്കൊന്ന് ശ്രമിച്ച് നമുക്ക് ആ 10 കുടുംബങ്ങൾക്ക് ഉള്ള ഭക്ഷണ സാധന സാമഗ്രികൾ എങ്ങനെയെങ്കിലും എത്തിക്കാൻ കഴിയണം. അത് നമുക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. ഇവർ ഈ ജാതി പട്ടികവർഗ കുടുംബങ്ങളാണ് ഇവരിൽ ഉള്ളത്, ഈ ഉന്നതിയിലുള്ളവരാണുള്ളത്. അവർക്ക് വളർത്തുമൃഗങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഒരുപാട് ദൂരെയുള്ള ക്യാമ്പിലേക്ക് പോകാൻ പറ്റാത്തത് കൊണ്ട് അടുത്തുള്ളൊരു സംവിധാനത്തിൽ അവർ ഒരുമിച്ചുകൂടി. എന്നിട്ട് അവരിപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്താണ് കൂടുതലും സാധനങ്ങൾ വാങ്ങുന്നത്. കുറച്ചൊക്കെ CDC കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക്, കളക്ടറുടെ ശ്രദ്ധയിലേക്ക്, ഒപ്പം തന്നെ റവന്യൂ അധികാരികളുടെയും MLA-യുടെയും ശ്രദ്ധയിലേക്കും അവിടുത്തെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നവരുടെ ശ്രദ്ധയിലേക്കും പെടുത്തുന്നു. പഞ്ചായത്ത് മെമ്പർ അടക്കം അവിടെയുണ്ട്. അപ്പോൾ അത് ഔദ്യോഗികമായിട്ടുള്ള ക്യാമ്പിൽ എത്താത്തത് കൊണ്ടാണ് അവർക്കിപ്പോൾ ആ സേവനം കിട്ടാതെ പോയത്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് അവർക്ക് സംവിധാനങ്ങൾ അവർക്ക് കിട്ടും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്.